ബിഗ് ബോസ് മലയാളം സീസൺ 4-ൻ്റെ 11ാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം ബ്ലെസ്ലി എന്ന കണ്ടസ്റ്റൻറ്റ് വല്ലാതെ വളർന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ജയിലിൽ കിടന്ന പയ്യൻ, വിഡ്ഢിയായ ചെറുക്കൻ, അവസരങ്ങൾ കിട്ടിയിട്ടും ഉപയോഗിക്കാതെ കളഞ്ഞവൻ, ഗെയിമിനെക്കുറിച്ച് എന്താന്ന് പോലും അറിയാത്തവൻ, അതുപോലെ പ്രേക്ഷകർ പോലും ഒരു കിളി പോയവൻ എന്ന് മുദ്രകുത്തി തഴഞ്ഞവൻ. അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് തളരാതെ കയറി വന്നെങ്കിൽ അതിനെ നിസാരമായി തള്ളിക്കളയാൻ ഒക്കില്ല. മാലയോഗം എന്ന വീക്കിലി ടാസ്കിലെ പെർഫോമൻസിൽ ബിഗ് ബോസ് ഹൗസിൽ കാലുറപ്പിച്ചു തുടങ്ങി. ഇപ്പോൾ ഇതാ ഭാഗ്യപേടകം എന്ന വീക്കിലി ടാസ്കിൽ 24 മണിക്കൂറും 30 മിനിറ്റും തുടർച്ചയായി ഇരുന്ന് ബിഗ് ബോസ് മലയാളം സീസണിൽ ചരിത്രം കുറിച്ച് വിജയിയായത്. മത്സരത്തിൽ വിജയിച്ചത് മാത്രമല്ല, തൻ്റേതായ വ്യക്തമായ നിലപാടുകൾ എടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും ബ്ലെസ്ലി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണമെന്നോണം ഡോക്ടർ റോബിൻ ബ്ലെസ്ലി എന്നെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് തെറ്റി. 15 പേരുണ്ട് ഇവിടെ, അവരെല്ലാം എൻ്റെ ടാർഗറ്റാണ്, അതിൽ ഒരാൾ മാത്രമാണ് നിങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 4 തുടങ്ങിയപ്പോൾ ഒരു മൂലയ്ക്കൊതുങ്ങിക്കൂടി ഒന്നും മനസ്സിലാകാത്തവനെ പോലെ നടന്ന ബ്ലെസ്ലിയല്ല നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. തികച്ചും ബുദ്ധിപരമായി തന്നെ എല്ലാവരെയും മനസ്സിലാക്കി ശക്തമായ നീക്കങ്ങൾ നടത്താൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് വിളിച്ചറിയിക്കുന്ന ബ്ലെസ്ലിയെയാണ് പ്രേക്ഷകർ കണ്ടത്. ബ്ലെസ്ലിയുടെ ഈ ഇൻ്റലിജൻസ് ആദ്യം തിരിച്ചറിഞ്ഞത് ഡോക്ടർ റോബിനാണ്. ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും വന്ന സമയത്ത് പലരുടെ അടുത്തും ബ്ലെസ്ലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്ലെസ്ലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പയ്യനാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേറെ ലെവലാണ് അവൻ്റെ ചിന്തകൾ. അവൻ്റെ IQ ലെവൽ തന്നെ ഡിഫറൻ്റ് ആണ്. അവൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല. ഈ പയ്യനെ ഒന്ന് സൂക്ഷിച്ചോ എന്നും. എന്നാൽ ഈ പറഞ്ഞ വാക്കുകൾ അറം പറ്റും പോലെയാണ് ഇപ്പോൾ ഡോക്ടർ റോബിനും ബിഗ് ബോസ് ഹൗസിൽ വളരെ ബുദ്ധിപരമായി സ്ട്രാറ്റജികൾ മാറി മാറി പയറ്റി മുന്നേറുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഡോക്ടർ റോബിൻ്റെ പ്ലാനുകൾ കൃത്യമായി പൊളിച്ചടുക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ബ്ലെസ്ലി. മറ്റു പലരും അത് മനസ്സിലാക്കിയെങ്കിലും കുറെ കൂടി വ്യക്തമാവുന്ന രീതിയിൽ ഓരോന്നായി തിരിച്ചറിഞ്ഞ് ഡോക്ടർ റോബിൻ്റെ ഗെയിമിന് വെല്ലുവിളി ഉയർത്തി ഒരു മറു ഗെയിം കളിച്ച് മുന്നോട്ട് പോകുകയാണ് ബ്ലെസ്ലി. അതിന് തുടക്കമെന്നോണം ഡോക്ടർ റോബിൻ ദിൽഷയുമായി ചേർന്ന് ഒരു ലവ് ട്രാക്ക് പിടിച്ചു പോകാം എന്ന സ്ട്രാറ്റജിക്ക് ഒരു തടയിട്ട രംഗമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4-ൻ്റെ 11ാമത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചത്. ഓരോരുത്തരുടെയും പ്രണയത്തെക്കുറിച്ച് പറയുന്ന ടാസ്കിൽ തൻ്റെ ക്രഷുകളിൽ ഒന്നാണ് ഇപ്പോൾ ദിൽഷയും എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ബ്ലെസ്ലി. മറ്റുള്ളവർ അത് തമാശയായി എടുത്തെങ്കിലും ഡോക്ടർ റോബിൻ്റെ ഗെയിമിനെ തകിടം മറിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് മൂവ് തന്നെയായിരുന്നു അത്. വരും ദിവസങ്ങളിൽ ഇതൊരു ഗെയിം ചേഞ്ചിങ് പ്രഖ്യാപനം തന്നെയാണോ എന്നൊക്കെ ദിൽഷ ഇനി ബ്ലെസ്ലിയുടെ വാക്കുകളെ എങ്ങനെ കാണുന്നു എന്നിരിക്കും. അതിപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ബ്ലെസ്ലി ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 4-ൻ്റെ യുദ്ധഭൂമിയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതാം. ഇനിയാണ് യഥാർത്ഥ യുദ്ധം കാണാൻ ഇരിക്കുന്നതും.